ഞാൻ പറയുന്നത് കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു മര്യാദ. എന്ത് കണ്ടു എന്ന് പറയോ? അവർ തമ്മില് ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ലാലേട്ടൻ. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് സദാചാര വിശേഷങ്ങൾ സംസാരിക്കാം. ഒന്ന്, നമ്മുടെ മെയിൻ താരം അനുമോൾ. രണ്ട്, നാട്ടിലെ വേറൊരു അനുമോൾ. എന്തായാലും നമ്മുടെ ലാലേട്ടൻ ഇന്നലെ 100% വന്ന് പറഞ്ഞു, നാണമുണ്ടോ അനുമോള് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടും ബാക്കിയിലെ എല്ലാ കണ്ടസ്റ്റന്റ് അനുമോൾക്കെതിരെ പറഞ്ഞിട്ടും അനുമോള് പിടിച്ച കൊമ്പിന് അനുമോള് പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിൽ അനുമോള് തറപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് കണ്ടു എന്ന് പറയോ? അവർ തമ്മില് ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ലാലേട്ടൻ പല രീതിയിൽ പറഞ്ഞു. പക്ഷെ അനുമോൾ ഇല്ല, ഞാൻ കണ്ടു ലാലേട്ടൻ, ഞാൻ കണ്ടു എന്ന് തന്നെ പല തവണ ആവർത്തിച്ച് വരുന്നുണ്ട്. ആ മുന്നിലത്തെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേ ബാലാമണിയിലെ നന്ദനത്തിലെ സെയിം സിറ്റുവേഷൻ ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് പേഴ്സണൽ തോന്നി. ആ മുഖത്തെ എക്സ്പ്രഷൻ ഉൾപ്പെടെ കാണാൻ പറ്റും. കാരണം കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ അനുമോൾ ഇപ്പം വേറെ ലെവലാണ്. കാരണം ഓരോ വീഡിയോന്റെ താഴെ പോയിട്ട് കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ. അനുമോളാണ് റൈറ്റ്, അനുമോൾ പറഞ്ഞതാണ് ശരി, അനുമോളാണ് മുത്താണ്, പൊത്താണ്, സ്വത്താണ്, ചക്കയാണ്, മാങ്ങയാണ്, എന്തൊക്കെയാണോ എന്തോ. പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലാത്ത കാര്യം, ഇത്രയും ക്യാമറകളിൽ കാണാത്ത കാര്യം എങ്ങനെ അനുമോള് മാത്രം കണ്ടു? അതും അനുമോള് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് കിടക്കുന്ന ഭാഗത്ത് നന്നായിട്ട് കാണാൻ. അവർ തമ്മില് ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ലാലേട്ട. ഞങ്ങളാരും കണ്ടില്ലല്ലോ, ഞങ്ങളിത് മുഴുവൻ പരിശോധിച്ചല്ലോ ക്യാമറയിലൂടെ. അതുകൊണ്ടാണ് ഞങ്ങൾ കള്ളം പറയാണോ? എനിക്ക് അതറിയില്ല. ലാലേട്ടൻ ഞാൻ കണ്ടതാണ് പറയുന്നത്. ലാലേട്ട ഞാൻ കണ്ടതാണ് പറയുന്നത്. അവര് ഫേസ് കൊണ്ട് കിസ് ചെയ്യുന്ന കണ്ടു, അത് പുതപ്പിനുള്ളിൽ വെച്ചിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പുതപ്പിനുള്ളിൽ നടക്കുന്ന കാര്യം എങ്ങനെയാണ് അനുമോള് കാണുന്നത്? ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ എൻ്റെ പില്ലോ, ഇത് ജസ്റ്റ് പുതപ്പാന്ന് വിചാരിക്കും. ഞാൻ ഇങ്ങനെ എൻ്റെ മുഖം മറച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ഈ ഭാഗത്ത് നിന്ന്, അതായത് ഓപ്പോസിറ്റ് നിന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടോ? എൻ്റെ ഫേസ് കാണുന്നുണ്ടോ? വല്ലതും കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ അനുമോള് മാത്രം ഇതൊക്കെ കാണുന്നുണ്ട്. അതായത് 2 പേര് മുഖം മറച്ച് പുതപ്പ് മൂടിയാലും അനുമോൾക്കറിയാം അവർ കിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അത് പിന്നെ ചില കുലസ്ത്രീകൾ അങ്ങനെയാണ്. നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ പ്രതികരിച്ചു പോകും. നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രം ആകുമ്പോൾ ഓക്കെ, ഒരാണും പെണ്ണും, കല്യാണം കഴിക്കാത്ത ഒരാണും പെണ്ണും അവിടെ എന്തോ ഒരുമിച്ചിരിക്കുന്നു, പുതപ്പ് മൂടുന്നു, കിസ് തന്നെ. ഇതാണ് അനുമോളുടെ ചിന്ത. കാരണം ഈ സംഭവത്തിലാണ് നമ്മുടെ കേരളത്തിലെ കുറെ ആൾക്കാർ അനുമോൾ സപ്പോർട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് കമന്റ് ബോക്സ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ അനുമോൾ ചെയ്യുന്ന ഈ ഒരു കാര്യമില്ലേ, ബിഗ് ബോസ് ഹൗസിലല്ല അത്രയും വൃത്തിയായിട്ട്, അതായത് ഈ 2025 ഇങ്ങനെ അത് 10-30 വയസ്സുള്ളൂ, അതിൻ്റെ ഒരു മെച്യൂരിറ്റി പോലും കാണിക്കത്തില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് സത്യമായിട്ടും. അതും ഇത്രയും കുറച്ച് ഫെയിം ആയിട്ടുള്ള ഒരാൾ ഇതേപോലെ വന്നിട്ട് ഈ ഒരു കണ്ടന്റും പിടിച്ച് അതിനെ ഞാൻ കിസ് അടിക്കുന്ന കണ്ട് ഈ പുതപ്പിനുള്ളിൽ നടക്കുന്ന കാര്യം ഇവളും മാത്രം ഇങ്ങനെയാണ് കാണുന്നത്. ലേശം ഒരു കോമൺ സെൻസ് വെച്ചിട്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അത് പിന്നെ നമുക്ക് പിന്നെ അങ്ങനെയാണല്ലോ, സദാചാരം നമ്മൾ ഇവിടെ കണ്ടാലും പ്രോത്സാഹിപ്പിക്കത്തില്ല. ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ അത് തെറ്റാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് അനുമോൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ ജിസേൽ പറഞ്ഞൊരു മറുപടി, അല്ലെങ്കിൽ അതിനെ റിയാക്ട് ചെയ്ത രീതി എന്ന് പറയുന്നത് വളരെ മെച്യൂർഡായിട്ട്, അതിൽ കറക്റ്റ് ഐ ആം സോ എഡ്യൂക്കേറ്റഡ് എന്നും ജിസേൽ എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ രീതിയിൽ, അതായത് ഒരു ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള അല്ലെ ഒരു കുലസ്ത്രീ സ്വഭാവമുള്ള ഒരു വ്യക്തിയും അതേപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും പറയുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ചപ്പാത്തിക്കള്ളി എന്ന് വിളിക്കുമ്പോൾ അവിടെ നിന്ന് കരഞ്ഞു മെഴുകി പണ്ടാരടങ്ങിയ അനുമോള്. പക്ഷെ ഇതേപോലെ ഒരു അലിഗേഷൻ ജിസേലിന് ആരിനെതിരെ വന്നപ്പോൾ ആരും കരഞ്ഞു. പക്ഷെ ജിസേൽ വളരെ പ്രോപ്പറായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും ജിസേൽ അവിടെ കരയാൻ നിൽക്കുന്നില്ല, ഒന്നുമില്ല, ഒരു അടി ഉണ്ടാക്കാൻ ഒന്നും നിൽക്കുന്നില്ല. പക്ഷെ ഇതേ സ്ഥാനത്ത് അനുമോൾക്കെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം വരുവാണെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിച്ചേനെ, എന്തൊക്കെ കാടിറക്കിയേനെ. കാരണം ഒന്നാമത് കുലസ്ത്രീയാണ്. ആ ഒരു കുലസ്ത്രീ ഇതേപോലെ ചുംബനം അലിഗേഷനുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ അയ്യോ, ആലോചിക്കാൻ കൂടി വഴിയാണ്. എന്തായാലും എല്ലാം ബിഗ് ബോസിന്റെ TRP റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അനുമോൾ നടത്തുന്ന പേഴ്സണുമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ വേറെ കുറെ ആൾക്കാർ പറയുന്നത് വെച്ചാൽ അനുമോൾ പറഞ്ഞതാണ് ശരി, അതുകൊണ്ടാണ് ബിഗ് ബോസ് വീഡിയോസ് ഒന്നും കാണിക്കാത്തത്. അതിൽ എന്ത് വീഡിയോ ആണ് കാണിക്കേണ്ടത്? ആര്യനും ജിസയിലും ചുംബിക്കുന്ന വീഡിയോ ഇപ്പൊ അനുമോള് പറഞ്ഞ തന്നെ ചുംബിച്ചു എന്ന് തന്നെ വെക്കും. പക്ഷെ അത് പുതപ്പിന്റെ ഉള്ളിലല്ലേ. എങ്ങനെയാണ് പുതപ്പിന്റെ ഉള്ളിൽ കയറി നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നത്? അനുമോള് മാത്രമേ ചുംബിക്കുന്ന കണ്ടിട്ടുള്ളൂ, വേറെ അവിടെയുള്ള ഒരാളും കണ്ടിട്ടില്ല. കാരണം ഇത് പുതപ്പിന്റെ അടിയിൽ നടക്കുന്ന സംഭവം. പക്ഷെ അനുമോള് പുതപ്പിന്റെ അടിയിൽ തലയിട്ട് നോക്കിയിട്ടാണോ കണ്ടത്? ജസ്റ്റ് കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ? എന്താണെന്നറിയോ, ചില ആൾക്കാരുടെ മൈൻഡ് സെറ്റിൽ ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന അത് തെറ്റാണ്.
എന്ന് ചിന്തിക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഒരു പ്രതിനിധിയാണ് അനുമോൾ എന്ന് പറയുന്ന 30 വയസ്സുള്ള മുതുക്കിളവി. സീരിയസ് ആയിട്ട്. കാരണം ഇതിനൊന്നും എന്ത് പേരിട്ട് വിളിക്കണം അറിയത്തില്ല. അനുമോളൊന്നും വിളിക്കണ്ട, മോളൊക്കെ ഞാനൊന്നും പറയുന്നില്ല. സോ എന്തായാലും അനുമോളുടെ വേറൊരു പ്രതിച്ഛായ രൂപം ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടു. എനിക്ക് തോന്നുന്നു അനുമോൾ ഫാൻസ് ആർമിയുടെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്ന അനുമോളുടെ ബിഗ് ബോസിലെ പ്രകടനങ്ങൾ കണ്ട് അത് ഇൻസ്പയർഡ് ആയിട്ട് ജീവിതത്തിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പം തോന്നിയത്. സോ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു. എടുക്കുന്നതിന്റെ ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു, ഇവള് ഭാര്യയും ഭർത്താവ് ആണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരും ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു, എന്ത് ചെയ്യുന്നുള്ളത് പറയൂ നിങ്ങള്. ഇല്ല, ഈ സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. എന്താ പറ, വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാ വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. അതിന് ഇയാൾ നമ്മൾ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ, അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാൻ പറയുന്നത് കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിലെ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം പറയും. ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. ഇപ്പൊ സമയം വരെ നോക്കിയോ, സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ എടുക്കാൻ ഒരു കാര്യമില്ല. കണ്ടേ, പകുതി റോഡിലാണ് നടക്കുന്നത്, റുവാക്കി റോഡ് സൈഡിലും. അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടില്ല എല്ലാരും കാണത്തുള്ളൂ. ഇവർ ഈ നമ്പരൊക്കെ വീഡിയോ എടുത്ത് വെച്ച്, വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോ ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ എന്തോ വിചാരിക്കും, എന്നെ അറിയാവുന്നവർ കേട്ട് കഴിഞ്ഞാൽ എന്തോ വിചാരിക്കും, ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ടിട്ട് വേറെ പരിപാടിയാന്നുള്ളത്. നിങ്ങളുടെ വേറെ പ്രതിരൂപം തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരാണും പെണ്ണും ആക്ച്വലി ഒരു ഭാര്യ ഭർത്താക്കന്മാരാണ്. എന്താ പറയുക, മെഡിക്കൽ ഇഷ്യൂസ് കാരണം അവിടെ കാറ് സൈഡാക്കി സ്വന്തം ഭാര്യയുടെ തോളിൽ തലവെച്ച് കിടന്നു. പക്ഷെ പുറമേ നിന്ന് വന്ന ചേച്ചിക്ക് അവിടെ വേറെ എന്തൊക്കെയായിട്ട് തോന്നി. പക്ഷെ അത് ചേച്ചിക്ക് പറയാൻ പറ്റുന്നില്ല എന്താണ്. അത്രയും വളരെ മോശമായ രീതിയിലാണ് അവരവിടെ കാറിനുള്ളിൽ എന്തോ ചെയ്തതെന്നാണ് നമ്മുടെ ചേച്ചി വന്ന് പറയുന്നത്. അയ്യോ, ഇത് അനുമോളുടെ വേറൊരു വേർഷനാണ്. കുലസ്ത്രീ പ്രോമാക്സ് ഓൾറെഡി അനുമോളാണ്. ഇത് അതിനേക്കാളും അതേപോലെ ആവാൻ ശ്രമിക്കുന്ന വേറൊരാള്. പക്ഷെ എന്നാലും മനസ്സിലാത്ത എന്താ വെച്ചാൽ ഈ കാറിനുള്ളിൽ ഒരു ആണും പെണ്ണും ഇരുന്ന് എന്തുവാ ഇത്? ഏത് നാട്ടിലാടെ ജീവിക്കുന്നത്? അതായത് ഈ ഒരു കുലസ്ത്രീക്ക് കിട്ടാനുള്ളത് നല്ല രീതിയിൽ ആ ഒരു രണ്ടുപേരും, അതായത് ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ തൃപ്തിയായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം അറിയാമല്ലോ, ചേച്ചിയുടെ കുലസ്ത്രീ അല്ലെങ്കിൽ ചേച്ചിയുടെ സദാചാര ചിന്ത അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത നിറഞ്ഞ ആ ഒരു സംഭവം ഇപ്പോൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെ കുറേ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വളരെ കഷ്ടം. എന്തായാലും അനുമോൾ ബിഗ് ബോസിൽ ഇരുന്ന് വളരെ TRP റേറ്റിംഗ് കൂട്ടി കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം നാട്ടിലും കൂടി എന്താ പറയുക കാണാൻ പറ്റുന്നത് എന്ന് അറിഞ്ഞപ്പം വളരെ സന്തോഷമുണ്ട്. അനുമോൾ ആർമിക്കും അനുമോൾസിൻ്റെ എല്ലാവിധ കുലസ്ത്രീ കുലപുരുഷന്മാർ ഫാൻസിനും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാണും. എന്തായാലും കൊള്ളാം. ഇനി കൂടുതലായിട്ടൊന്നുമില്ല, അടുത്തവിടെ കാണാം.